പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എന്താ? യാചനകളല്ലേ? അല്ലേ? യാചനകളല്ലേ? യാചിക്കാനൊന്നും അല്ലാതെ, ഒന്നും ചോദിക്കാൻ വേണ്ടിയല്ലാതെ വെറുതെ പടച്ചോന്റെ മുന്നിൽ കുറച്ച് നേരം ഇരുന്ന് നോക്കണ്ടോ? എന്തൊരു രസമായിരിക്കും അറിയാം. പടച്ചോൻ എന്തൊരു ഇഷ്ടമായിരിക്കും അത്. കാരണം പടച്ചോന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയാം. പടച്ചോനെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയാം. അത് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പടച്ചോന്റെ മുന്നിൽ ഒന്നും യാചിക്കുവാനല്ലാതെ വെറുതെ കുറച്ച് നേരം വന്നിരുന്നു. യാചന നിരോധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനാലയങ്ങളിലൊന്നും ആൾക്കാരുണ്ടാവില്ല. എല്ലാവരും എന്തിനാ വരുന്നേ? എന്തൊക്കെയോ യാചിക്കുവാനാണ്. യാചിക്കുവാനൊന്നുമല്ലാതെ, ചോദിക്കാനൊന്നുമല്ലാതെ പടച്ചോന്റെ മുന്നിൽ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു. യൂനുസ് നബിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? യോനേ പ്രവാചകൻ ബൈബിളില്. അദ്ദേഹം തിമിംഗലത്തിന്റെ ഉള്ളിലാണ് കുടുങ്ങിപ്പോയത്. തിമിംഗലം അദ്ദേഹത്തെ വിഴുങ്ങി. ആ തിമിംഗലത്തിന്റെ അകത്തിരുന്നിട്ട് അദ്ദേഹം പടച്ചോനോട് പ്രാർത്ഥിക്കുന്നതുണ്ട് ഖുർആനില്. എന്താണെന്നറിയോ? പടച്ചോനെ, ഞാൻ ഈ തിമിംഗലത്തിന്റെ ഉള്ളിലാണ്, എന്നെ രക്ഷിക്കണേ എന്നൊന്നുമല്ല. അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. എനിക്ക് തെറ്റ് പറ്റിപ്പോയി, നീ പരിശുദ്ധനാണ്. അത് മതി. ബാക്കിയൊക്കെ പഠിച്ചോനറിയാം. ഈ ആളെവിടെയാണ് കിടക്കുന്നതെന്നും അയാൾക്ക് ഇപ്പം എന്താണ് ആവശ്യമെന്നും പഠിച്ചോനറിയാം. നമ്മുടെ ആവശ്യങ്ങളൊക്കെ പഠിച്ചോനറിയാം. വെറുതെ ഒന്നിനു വേണ്ടിയല്ലാതെ കുറച്ചു നേരം പഠിച്ചോനോട് ഇങ്ങനെ മിണ്ടി പറഞ്ഞിരുന്നു. അതിന് ധ്യാനം എന്നാണ് പറയുന്നത്. ധ്യാനം. ഇതേപോലെ ഒന്നിനു വേണ്ടിയല്ലാതെ ഒരാളെ കുറച്ചു നേരം ഒന്ന് വിളിച്ച് സംസാരിച്ചു നോക്കും. അയാളെ